മൊഡ്യൂൾ 1 ചാപ്റ്റർ 4 പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സും അതിൽ വരുന്ന ഡിഫറെൻറ്റ് ഫോർകാസ്റ്റിംഗ് പ്രോബ്ലംസുമാണ്. സോ ഈ ഒരു ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത ഓരോ മെത്തേഡ്സും എങ്ങനെയാണ് ആ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ അത്തരമൊരു ഇക്വേഷൻസിലേക്ക് എത്തിയത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത അസംഷൻ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വിത്ത് ടൈം ഈസ് കോൺസ്റ്റൻറ്റ് ഓർ പോപ്പുലേഷൻ ഇൻക്രീസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. ഓക്കെ, സോ പോപ്പുലേഷൻ ഇൻക്രീസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വിത്ത് ടൈം ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന അസംഷൻ്റെ ബേസിസിലാണ് നമ്മൾ അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ് വർക്കൗട്ട് ചെയ്തത്. സോ നമ്മൾ ഈ പറഞ്ഞ അസംഷൻ്റെ ബേസിസിൽ നമുക്കതിനൊരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ സാധിക്കും. ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ. അതിന് നമുക്ക് ഡി പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി എന്ന് കാണിക്കാം. നമ്മൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ഇൻ്റഗ്രൽ പി വൺ ടു പി ടു ഡി പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ ടി വൺ ടു ടി ടു ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പി ടു മൈനസ് പി വൺ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ എന്ന് കിട്ടും. പക്ഷേ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ എല്ലാ കണ്ടീഷനിലും സാധിക്കില്ല. ഇവിടെ ടി ടു മൈനസ് ടി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ട് നമ്പർ ഓഫ് ഡെക്കേഡ്സ് ആണ്. പി വണ്ണും പി ടുവും പോപ്പുലേഷൻ ഡാറ്റയുമാണ്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് സക്സസ്ഫുള്ളി ചെയ്യാൻ സാധിക്കില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രീവിയസ് 3 to 4 ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. പോപ്പുലേഷൻ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻസസ് ഡാറ്റാസാണ് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ നമുക്കൊരു പാസ്റ്റ് 3 to 4 ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ ഡാറ്റ കളക്ട് ചെയ്ത് അവിടെ വരുന്ന ഡെക്കേഡ്സിലെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആവറേജ് ഇൻക്രിമെൻറ്റ് ഓഫ് പോപ്പുലേഷൻ എത്രയാണെന്നുള്ളത് കണ്ടെത്താം. നമ്മൾ ആൾറെഡി പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ട് അതൊന്നും എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്ന ഡാറ്റയിലേക്ക് എക്സ് ബാർ എന്ന് പറയുന്ന ഒരു ടേം കണ്ടെത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പ്രോബ്ലത്തിലെല്ലാം. സോ അതെങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇയറിലെ പോപ്പുലേഷൻ കണ്ടെത്തണമെങ്കിൽ അതിന് നമ്മൾ പി വൺ എന്നാണ് കൊടുക്കുന്നത്. പി വൺ ഈസ് ഈക്വൽ ടു പി സീറോ പ്ലസ് 1 എക്സ് ബാർ. അതായത് ഒരു ഫ്യൂച്ചർ ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ തൊട്ട് മുൻപിലത്തെ ഇയറിലെ അല്ലെങ്കിൽ ഡെക്കേഡിലെ പോപ്പുലേഷനിലേക്ക് നമ്മുടെ ആവറേജ് ഇൻക്രീസ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പി വൺ ഈസ് ഈക്വൽ ടു പി സീറോ പ്ലസ് 1 എക്സ് ബാർ എന്ന് പറയുമ്പോൾ പി വൺ നമുക്ക് കണ്ടെത്തേണ്ട ഫസ്റ്റ് ഡെക്കേഡിലെ പോപ്പുലേഷൻ, പി സീറോ അതിന് തൊട്ട് മുൻപിലെ ഡെക്കേഡിലെ നമുക്ക് നോൺ ആയിട്ടുള്ള പോപ്പുലേഷൻ, എക്സ് ബാർ ആവറേജ് ഇൻക്രിമെൻ്റ് ആണ്, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെക്കേഡാണ് നമുക്ക് പാസ്സാവുന്നത്. സോ അതുകൊണ്ടാണ് 1. എക്സാമ്പിളായിട്ട് പി വൺ എന്ന് പറയുന്നത് 1980 ആണെങ്കിൽ പി സീറോ എന്ന് പറയുമ്പോൾ 1970 ആയിരിക്കും. ഓക്കെ, ഇതേ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പി ടു, അതായത് 2 ഡെക്കേഡ്സിന് ശേഷമുള്ളത് കണ്ടെത്താൻ പറ്റും. പി ടു എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ളത് പി വൺ പ്ലസ് 1 എക്സ് ബാർ. അതായത് 1990 പോപ്പുലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് 1980 പോപ്പുലേഷനിലേക്ക് ഒരു വട്ടം ആവറേജ് ഇൻക്രിമെൻ്റ് എത്രയാണെന്നുള്ളത് ആഡ് ചെയ്താൽ മതി. സോ ഈ ഒരു ഇക്വേഷനിൽ പി വണ്ണിന് നമ്മൾ കണ്ടെത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ
P0 പ്ലസ് 2x ബാർ എന്ന് കിട്ടും. അതിൽ നിന്നാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് Pn ഈസ് ഈക്വൽ ടു P0 പ്ലസ് എൻ എക്സ് ബാർ എന്നുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് എത്തിയത്. ഇവിടെ Pn എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ് ആണ്. P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ അറ്റ് പ്രസൻറ്റ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ദാറ്റ് നോൺ ഫ്രം ദ ലാസ്റ്റ് ഡെക്കേഡ്. n നമ്പർ ഓഫ് ഡെക്കേഡ്സ് ആണ്. x bar average arithmetic mean of population increase in non decades. Okay, next one, geometric increase method or uniform increase method. Second method നമ്മൾ പറയുന്നത് percentage increase in population from decade to decade is a constant എന്നാണ്. Percentage increase in population from decade to decade is a constant. പോപ്പുലേഷനിലുള്ള ഇൻക്രീസിൻ്റെ പെർസെൻറ്റേജ് ഡെക്കേഡ് ടു ഡെക്കേഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള അസംഷനിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. സോ പോപ്പുലേഷൻ ആഫ്റ്റർ 1 ഡെക്കേഡ് എന്നുള്ളതിന് P1 ഈസ് ഈക്വൽ ടു P0 പ്ലസ് R/100 ഇൻറ്റു P0 എന്ന് നമ്മൾ കൊടുത്തു. അതായത് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്. സോ നമ്മൾ ഈ പറഞ്ഞൊരു അസംഷൻ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. അത് P0 കോമൺ ആയി എടുക്കുമ്പോൾ P0 ഇൻറ്റു 1 പ്ലസ് R/100 എന്ന് കിട്ടും. R നമ്മൾ ആൾറെഡി പറഞ്ഞു പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ്. സോ പോപ്പുലേഷൻ ആഫ്റ്റർ 2 ഡെക്കേഡ്സ് P2 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ P1 കണ്ടെത്തിയ സെയിം മെത്തേഡിൽ ചിന്തിക്കുമ്പോൾ P2 ഈസ് ഈക്വൽ ടു P1 പ്ലസ് R/100 ഇൻറ്റു P1. അവിടെ P1 എന്നുള്ളതിന് നമ്മൾ തൊട്ട് മുൻപ് കണ്ടെത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് P0 ഇൻറ്റു 1 പ്ലസ് R/100 സ്ക്വയർ എന്ന് കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യുമ്പോൾ Pn ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു 1 പ്ലസ് R/100 റേസ് ടു n എന്ന ജനറൽ ഇക്വേഷനിലേക്ക് മാറ്റാൻ സാധിക്കും. P0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ലാസ്റ്റ് നോൺ സെൻസസ്. Pn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ. R അസ്യൂംഡ് ഗ്രോത്ത് റേറ്റ് ഇൻ പെർസെൻറ്റേജ്. R കണ്ടെത്താനുള്ള ഇക്വേഷൻസ് രണ്ട് മെത്തേഡ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ അതിലേക്കൊന്നും നമ്മൾ ഫർദർ പോകുന്നില്ല. എങ്ങനെയാണ് ഈ ഒരു ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് മെത്തേഡ്, മെത്തേഡ് ഓഫ് വാരിയിങ് ഇൻക്രിമെൻറ്റ് ഓർ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. അതായത് നമ്മൾ ആൾറെഡി അരിത്തമാറ്റിക് മെത്തേഡിലെല്ലാം കണ്ടെത്തിയ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡെക്കേഡ്സ് കഴിയുമ്പോഴും പോപ്പുലേഷനിൽ ഇൻക്രീസ് വരുന്നുണ്ട്. നമ്മൾ എക്സ് ബാർ എന്ന് കണ്ടെത്തി, അതിൻ്റെ ഒരു ആവറേജ്. സോ ആ ഇൻക്രീസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജിൽ ഒരു ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്ന അസംഷൻ. അതായത് എക്സാമ്പിളായിട്ട് നമുക്ക് 2000 പോപ്പുലേഷൻ 1000 ആണ്. 2010 എത്തിയപ്പോൾ അത് 2000 ആയി. സോ അവിടെ 1000 ആളുകളുടെ ഇൻക്രിമെൻ്റ് ഉണ്ടായി. ദെൻ 2020 എത്തിയപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ 4000 ആയി. സോ 2010 നിന്ന് 2020 എത്തിയപ്പോൾ 2000 ആളുകളുടെ ഇൻക്രിമെൻ്റ് ഉണ്ടായി. സോ അതാണ് ആ ഒരു പേഴ്സൻറ്റേജിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ ഇൻക്രീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ഈ ഒരു മെത്തേഡ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. The per decade growth rate is not assumed to be a constant, but it may progressively increasing or decreasing depending on whether the average incremental increase in the past decade is positive or negative. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ 2000 1000 പോപ്പുലേഷൻ, 2010 എത്തിയപ്പോൾ 2000, 2020 എത്തിയപ്പോൾ 4000. സോ അവിടെ ഒരു പോസിറ്റീവ്ലി ഇൻക്രീസിങ് ട്രെൻഡാണ് കാണിക്കുന്നത്. മേ ബി ഇതിന് പകരം 2000 1000 ആളുകളുണ്ട്, 2010 എത്തിയപ്പോൾ 2000 ആളുകൾ, ഇൻക്രീസ് 1000 ആണ്. ദെൻ 2020 എത്തിയപ്പോൾ 2500 ആളുകളായി മാറി. അതായത് അവിടെയും പോപ്പുലേഷൻ കൂടി, പക്ഷേ കൂടിയ എമൗണ്ട് 500 ആളുകളാണ്. സോ ആ ഒരു ഇൻക്രിമെൻറ്റ് നമുക്ക് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം.
പോപ്പുലേഷൻ്റെ നമ്പേഴ്സ് നോക്കുമ്പോൾ കൂടിയിരിക്കുകയാണ്, പക്ഷേ പ്രീവിയസ് ഡെക്കേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഇൻക്രീസിൻ്റെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ആ റേറ്റ് കുറവാണ്. സോ അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ്ലി ഇൻക്രിമെൻറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം അല്ലെങ്കിൽ പോപ്പുലേഷൻ വർക്കൗട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. The future population is worked out by adding the mean arithmetic increase x bar to the last known population and to this added average incremental increase y bar, once for first decade, twice for second and so on. നമ്മുടെ എക്സ് ബാർ അതായത് അരിത്തമാറ്റിക് ഇൻക്രീസിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജും അതിലേക്ക് നമുക്ക് കണ്ടെത്തേണ്ട പോപ്പുലേഷൻ നെക്സ്റ്റ് ഫസ്റ്റ് ഡെക്കേഡിലേതാണെങ്കിൽ ഒരു പ്രാവശ്യം ആവറേജ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് വൈ ബാർ ആഡ് ചെയ്യും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അറിയാവുന്ന P0 എന്ന് പറയുന്ന ലാസ്റ്റ് നോൺ ഡെക്കേഡിലെ പോപ്പുലേഷനിലേക്ക് സമ്മപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ നമുക്ക് കണ്ടെത്തേണ്ടത് 2 ഡെക്കേഡ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കറിയാവുന്ന P0യിലേക്ക് എക്സ് ബാർ പ്ലസ് 2 വട്ടം വൈ ബാർ ആഡ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നൊരു ലോജിക്. സോ അതൊരു ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ P1 ഈസ് ഈക്വൽ ടു P0 പ്ലസ് എക്സ് ബാർ പ്ലസ് വൈ ബാർ. സെയിം മെത്തേഡിൽ P2 ഈസ് ഈക്വൽ ടു P1 പ്ലസ് എക്സ് ബാർ പ്ലസ് 2 വൈ ബാർ. അവിടെ P1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് P0 പ്ലസ് 2 എക്സ് ബാർ പ്ലസ് 3 വൈ ബാർ എന്ന് കിട്ടും. ആ 3 വൈ ബാറിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ P0 പ്ലസ് 2 എക്സ് ബാർ പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 1 ബൈ 2 വൈ ബാർ എന്ന് മാറ്റാം. ഈ 2 ഇക്വേഷൻ വെച്ച് ജനറലൈസ് ചെയ്യുമ്പോൾ Pn ഈസ് ഈക്വൽ ടു P0 പ്ലസ് എൻ എക്സ് ബാർ പ്ലസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2 വൈ ബാർ എന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാം. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തത്. ഇതിൽ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് നോൺ ഡെക്കേഡ്സ്, വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഓഫ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ഓഫ് നോൺ ഡെക്കേഡ്സ്. ഫോർത്ത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ് ഡിക്രീസിങ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡ്. ഇവിടെ കൺസിഡർ ചെയ്തൊരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഗോസ് ഓൺ റെഡ്യൂസിങ് ആസ് ദ സിറ്റി റീച്ചസ് ടുവാർഡ്സ് സാച്ചുറേഷൻ. ഇൻക്രീസ് ഇൻ പോപ്പുലേഷനിൽ ഒരു റെഡ്യൂസിങ് ട്രെൻഡ് കാണാം എന്നുള്ളതിൻ്റെ അസംഷൻ്റെ ബേസിസിലാണ് ഈ ഒരു മെത്തേഡ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആവറേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് increase is worked out and subtracted from latest percentage increase for each decades. നമ്മളിവിടെ ആവറേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് വർക്കൗട്ട് ചെയ്യും, കണ്ടെത്തും. എന്നിട്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് അതിൽ നിന്നും ഇതിനെ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഇവിടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഇക്വേഷൻ Pn is equal to P0 into 1 plus R0 minus d by 100 into 1 plus R0 minus 2d by 100 etc. into 1 plus R0 minus nd by 100 എന്നാണ്. ഇതിൽ R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓഫ് ലാസ്റ്റ് നോൺ ഡെക്കേഡ്, ക്യാപിറ്റൽ D ആവറേജ് ഡിക്രീസ് ഇൻ ദി പെർസെൻറ്റേജ് ഇൻക്രീസ്. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിക്രീസിങ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡിൽ പ്രോബ്ലം അല്ലെങ്കിൽ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോജിസ്റ്റിക് കർവ് മെത്തേഡാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 4 മെത്തേഡ്സും അതിൻ്റെ കൂടെ ലോജിസ്റ്റിക് കർവ് മെത്തേഡിലുമാണ് മാത്തമാറ്റിക്കൽ മെത്തഡോളജി വെച്ച് നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡും കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ലോജിസ്റ്റിക് കർവ് നമ്മൾ ചാപ്റ്റർ 3 ആൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു സെഷനാണ്. പോപ്പുലേഷനും ടൈമും വെച്ച് നമ്മൾ ഗ്രാഫ് വരച്ച് അതിൽ നിന്നും പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്നൊരു മെത്തേഡ്. ഇതിൽ A to B, B to D, D to E എന്ന് പറഞ്ഞ് നമ്മൾ ഈ കർവിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ പാർട്ടിൻ്റെയും സ്പെഷ്യാലിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതൊന്നും കൂടി ബ്രീഫായിട്ട് പറയാം. നമ്മൾ ഈ ഒരു ഫിഗറിൽ
കാണിച്ചിരിക്കുന്നത് പോപ്പുലേഷൻ ഒരു നോർമൽ കണ്ടീഷനിലാണ്, അതിന് എക്സ്ട്രാ ഓർഡിനറി ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ കിട്ടുന്നൊരു കർവ് ആണ്. ഈ ഒരു കർവിന് എസ് ഷേപ്പാണ്. ഇതിന് ലോജിസ്റ്റിക് കർവ് അല്ലെങ്കിൽ ഐഡിയൽ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് എന്നൊക്കെ വിളിക്കും. നമ്മൾ ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ള എ ടു ബി എന്ന് പറയുന്ന പോർഷനിൽ പോപ്പുലേഷൻ ഒരു ഇൻക്രീസിങ് റേറ്റ് ആണ് അല്ലെങ്കിൽ ജോമെട്രിക് ആണെന്ന് നമുക്ക് പറയാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡി പി ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു പി എന്ന് റെപ്രസെൻ്റ് ചെയ്തു. സെക്കൻഡ്ലി ബി ടു ഡി എന്ന് പറയുന്ന ഏരിയയിൽ പോപ്പുലേഷൻ ഒരു കോൺസ്റ്റൻറ്റ് ആണ് എന്ന് മനസ്സിലായി. സോ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ കൊടുത്തു. ആൻഡ് ലാസ്റ്റ് സെക്ഷനിൽ ഡി ടു ഇ, ഈ ഒരു സെക്ഷനിൽ ഡി പി ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു പി എസ് മൈനസ് പി എന്ന് നമുക്ക് കിട്ടി. പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേഷൻ പോപ്പുലേഷനാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫിൽ നിന്ന് കിട്ടുന്നൊരു അവൈലബിൾ ഡാറ്റ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ജനറേറ്റ് ചെയ്ത ഇക്വേഷൻസ് നമുക്ക് നോക്കാം. എം ഈസ് ഈക്വൽ ടു പി എസ് മൈനസ് പി സീറോ ബൈ പി സീറോ, എൻ ഈസ് ഈക്വൽ ടു 1 ബൈ ടി വൺ ലോഗ് ടു ദ ബേസ് ഇ ഇൻറ്റു പി സീറോ into ps minus p1 divided by p1 into ps minus p0. Then p, equation of logistic curve, is equal to ps divided by 1 plus m log to the base e raised to minus 1 into nt. ps, saturation population, is equal to 2 into p0 p1 p2 minus p1 square into p0 plus p2 divided by p0 p2 minus p1 square. ഇതിൽ p0 p1 p2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t0 t1 t2 എന്ന് പറയുന്ന ഒരു ടൈം ലിമിറ്റിലുള്ള പോപ്പുലേഷൻ്റെ എമൗണ്ട് ആണ്. പി എസ് ആൾറെഡി നമ്മൾ പറഞ്ഞു സാച്ചുറേഷൻ പോപ്പുലേഷൻ ആണ്. സോ ഈ ഒരു ഇക്വേഷൻസ് നമ്മൾ കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുള്ള കരുതേണ്ട ഒരു കേസ് ഇല്ല. കാരണം നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വന്നിട്ടുള്ള ആ ഒരു ട്രെൻഡ്, ഏത് അറേഞ്ച്മെൻറ്റ്സിലാണ് p0 p1 p2 കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണത് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇക്വേഷൻസ് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. സോ ഇതാണ് ലോജിസ്റ്റിക് കർവ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ. ഈ ഒരു കർവിൻ്റെ ബേസിസിലാണ് നമ്മൾ പെർട്ടിക്കുലർ ഫൈൻഡിങ്സിൽ എത്തിയത്. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ 4 പറഞ്ഞതിൽ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. അതായത് ഈ ഒരു 4 മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പെർട്ടിക്കുലർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിലേക്ക് എത്തിയത് എന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പ്രോബ്ലമാറ്റിക് സെക്ഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഒരു നോട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് മൈൻഡിൽ മനസ്സിലാക്കി വെച്ചത് കൊണ്ടൊരു കാര്യവും കിട്ടില്ല. ഈ ഓരോ മെത്തേഡും എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് വരുന്നതെന്ന് പഠിക്കുക. അതിനുശേഷം ഇതിൽ എക്സാമ്പിളായിട്ട് കൊടുത്ത പ്രോബ്ലംസോ അതല്ല മറ്റു പ്രോബ്ലംസോ എടുത്തിട്ട് ഇൻഡിവിജ്വലി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഈ പ്രോബ്ലംസ് പഠിക്കാൻ കഴിയുള്ളൂ. സോ ആ മെത്തേഡ് എന്തായാലും ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ.